മലയാളികളുടെ വാനമ്പാടി KS ചിത്ര തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിലെത്തി. റെഡ് FM സംഘടിപ്പിച്ച മിടുക്കികളായ വനിതാ സംഘാടക വിജയികളെ കണ്ടെത്തുകയും അവരെ അനുമോദിക്കുകയും ചെയ്യുവാനായിരുന്നു ചിത്ര എത്തിയത്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. റെഡ് FMന്റെ റെഡ് ശക്തി പുരസ്കാര ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചത് ആദ്യം തന്നെ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഒരു സ്ത്രീയുടെ വിജയം എന്നത് അവരുടെ കുടുംബമാണെന്നും കുടുംബത്തിന്റെ സപ്പോർട്ടാണ് ഇന്നിവിടെ നിൽക്കുന്ന സ്ത്രീകളുടെ വിജയമെന്നും ചിത്ര സൂചിപ്പിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതൊരു അഭിമാന നിമിഷമാണെന്നും കൂട്ടിച്ചേർത്ത് ചിത്ര പരിപാടിയുടെ അവസാനം വരെയും അവർക്കൊപ്പം സമയം ചിലവഴിച്ചു. വിമൻ ഓൺട്രപ്രണേഴ്സിന് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടാനായിട്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഫാമിലി സപ്പോർട്ട്, ഫാമിലി റെസ്പോൺസിബിലിറ്റി. സ്ത്രീകൾക്ക് കുടുംബത്തിനെ ഒഴിവാക്കി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ആ ഉത്തരവാദിത്വവും എടുത്തുകൊണ്ട് ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു മേഖലയിൽ അവരുടേതായിട്ടൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ എത്രമാത്രം പാടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് മുൻനിരയിലെത്തിയ എല്ലാ വനിതാ സംഘടനകൾക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ആദ്യം പറയുന്നു. ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകൾ അവരുടെ മികവ് തെളിയിച്ചു കഴിഞ്ഞൊരു സമയത്ത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. ഒരു സ്ത്രീ ആയിട്ട് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന എല്ലാ വനിതകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും പറയേണ്ട ഒരുപാട് സന്തോഷം. ഇപ്പോൾ സ്ത്രീ സംരംഭകരെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങാണല്ലോ. എല്ലാ സെലിബ്രിറ്റീസും എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്നുണ്ട്. ചേച്ചി എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സംരംഭം, എൻ്റെ പേരിലൊരു സംരംഭം എപ്പോഴെങ്കിലും അവരുടെ ഭാഗമായിട്ടുണ്ട്? പാട്ട് ബിസിനസ്സിന് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പെട്ടെന്ന് കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ്. എനിക്ക് നോ പറയാനാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പം അങ്ങനെയുള്ളപ്പം ഞാനൊരു ബിസിനസ്സിലൊക്കെ പോയി പെട്ടാൽ എപ്പോൾ കൂട്ടിയും ചോദിച്ചാൽ മതി. അതുകൊണ്ട് അതൊരു ബിസിനസ്സിലോട്ടൊന്നും പോകുന്നില്ല. ഓഡിയോയുടെ അതെൻ്റെ പാഷനായതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം കൂടെ കൊണ്ട് അത് തുടങ്ങിയിട്ടുള്ളൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഉണ്ട്, ഒരു ഓഡിയോ. ചിത്രയെ കാണുവാനും ഫോട്ടോ എടുക്കുവാനും നിരവധി ആൾക്കാരായിരുന്നു മാൾ ഓഫ് ട്രാവൻകൂറിൽ എത്തിയത്.